എല്ലാ കൂട്ടുകാർക്കും ഇൻഷുറൻസ് പ്രൊഫസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു പോളിസിയാണ്, പേ ആസ് യു ഡ്രൈവ്. വളരെ നല്ല ഒരു തരം പോളിസിയാണ് ഇത്. നമ്മുടെ വീടുകളിൽ പ്രൈവറ്റ് കാർ ഉണ്ടാകും. ഇരുചക്ര വാഹനം ഉണ്ടായതുകൊണ്ട് പ്രൈവറ്റ് കാർ അധികം ഓട്ടം കുറവായിരിക്കും. എന്നാൽ ഇൻഷുറൻസ് പ്രീമിയത്തിലാണെങ്കിൽ യാതൊരു കുറവും ഉണ്ടാവാറുമില്ല. ഇതിനൊരു പരിഹാരമായാണ് ഈ പോളിസി ഇറങ്ങിയിട്ടുള്ളത്. പ്രൈവറ്റ് കാറുകൾക്ക് മാത്രം ആണ് ഈ പോളിസി ഉള്ളത്. അതായത് നമ്മൾ ഓടുന്ന കിലോമീറ്ററുകൾക്കനുസരിച്ചാണ് പ്രീമിയം അടച്ചാൽ മതി. പാക്കേജ് പോളിസി, സ്റ്റാൻഡ് ലോൺ ഡാമേജ്, ബണ്ടിൽഡ് പോളിസി എന്നിവ PAYD, അതായത് പേ ആസ് യു ഡ്രൈവ് എന്ന രീതിയിൽ പോളിസി അടയ്ക്കാം. പോളിസി അടയ്ക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്ന സമയത്തും റിന്യൂവൽ ചെയ്യുന്ന സമയത്തും വാഹനത്തിൻ്റെ ഫോട്ടോ എടുക്കേണ്ടതും കിലോമീറ്റർ റീഡിങ്ങിൻ്റെ ഫോട്ടോയോ വീഡിയോയോ നിർബന്ധമായും എടുക്കേണ്ടതാണ്. കാറിൻ്റെ ഓഡോമീറ്ററിൽ വ്യാജ പ്രവർത്തനങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പോളിസി റദ്ദാക്കാനുള്ള അധികാരം ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ട്. 5 തരം സ്ലാബുകളായിട്ടാണ് പ്രീമിയം തിരിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ 0 മുതൽ 2500 കിലോമീറ്റർ വരെ ഓടുന്ന വാഹനങ്ങൾക്ക് ഒരു തരം പ്രീമിയവും, 2501 മുതൽ 5000 വരെ ഓടുന്ന വാഹനങ്ങൾക്ക് വേറൊരു തരവും, 5001 മുതൽ 7000 വരെയും, 7001 മുതൽ 10000 വരെയും, 10000-ന് മുകളിലേക്കുമാണ്. അങ്ങനെ 5 തരമായിട്ടാണ് പ്രീമിയം സ്ലാബ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പോളിസി എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ പോർട്ടൽ തുറക്കുക. പോർട്ടലിൽ ഇവിടെ ഇടതുവശത്തായി പോളിസി ട്രാൻസാക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം മേക്ക് ന്യൂ പോളിസി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മേക്ക് ന്യൂ പോളിസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് LOB എന്നതിൽ മോട്ടോർ എന്നത് സെലക്ട് ചെയ്യുക. ഈ പോളിസി നമുക്ക് പാക്കേജ് പോളിസി ആയിട്ട് ചെയ്യാം, സ്റ്റാൻഡ് ലോൺ ആയിട്ട് ചെയ്യാം, അതേപോലെ ബണ്ടിൽഡ് പോളിസി ആയിട്ടും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പാക്കേജ് പോളിസി ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പാക്കേജ് പോളിസി തന്നെ ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹോം പേജ്. സാധാരണ പ്രൈവറ്റ് കാർ ചെയ്യുന്ന അതേ പേജിൽ തന്നെയാണ് വരിക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു പ്രൈവറ്റ് കാർ ചെയ്യുന്ന അതേപോലെ തന്നെ എടുക്കാം. ഒരു ആൾട്ടോ എന്ന വണ്ടിയാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഒരു ഡെമ്മി രൂപത്തിലാണ് ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലാസ് ഓഫ് വെഹിക്കിൾ എന്നതിൽ പ്രൈവറ്റ് കാർ എന്നത് സെലക്ട് ചെയ്യുക. രജിസ്ട്രേഷൻ എന്നത് കേരള എന്ന് സെലക്ട് ചെയ്യുക. ബിസിനസ് ടൈപ്പ് എന്നത് ഇവിടെ റിന്യൂവൽ ആക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാൻഡ് ലോൺ പോളിസി അല്ല പാക്കേജ് പോളിസിയാണ് ചെയ്യുന്നത് കൊണ്ടാണ് ന്യൂ ഒന്നും കൊടുക്കാത്തത്, റിന്യൂവലിൽ കൊടുക്കുന്നത്. വണ്ടി നമ്പർ ഒരു ഡെമ്മി രൂപത്തിലാണ് കൊടുക്കുന്നത്. ചേസിസ് നമ്പർ നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡെമ്മി രൂപത്തിലാണ് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന്. അത് കഴിഞ്ഞിട്ട് വെഹിക്കിൾ മാനുഫാക്ചറാണ്. നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി മാരുതിയുടെ ആൾട്ടോ ആണ്. അപ്പോൾ ഇവിടെ മാരുതി സുസുക്കി എന്നത് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയ്ക്ക് എന്നത് പോയിട്ട് ആൾട്ടോ 800 LX. അതിനുശേഷം കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. പോളിസി തുടങ്ങുന്ന ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കുക. ബോഡി ടൈപ്പ്, രജിസ്ട്രേഷൻ ചെയ്ത തീയതി ഞാൻ ഇപ്പോൾ ഡെമ്മി രൂപത്തിലുണ്ട് 2025 ജനുവരി 2 കൊടുക്കുന്നത്. മാസം ജനുവരിയും 2025 കൊടുക്കുന്നത്. വണ്ടിയുടെ കളർ, PUC എന്നത് യെസ് കൊടുക്കുന്നു. ഡൽഹി റീജിയനിൽ അല്ലാത്തതുകൊണ്ട് നോ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് കമ്പനി നെയിം എന്നത് ചോദിക്കുന്നുണ്ട്. തൽക്കാലം ഇവിടെ ന്യൂ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. പോളിസി നമ്പർ ഒരു ഡെമ്മി രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് പഴയ പോളിസി ഇൻഷുറൻസ് തുടങ്ങുന്ന തീയതിയാണ് കൊടുക്കുന്നത്. 2024 ജൂലൈ 6 ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇന്ന് തീരുന്ന വിധത്തിലാണ് ഇൻഷുറൻസ് എക്സ്പയറി ആവുന്നതും കൊടുത്തിട്ടുള്ളത്. NCB കൊടുക്കുന്നില്ല. ഇൻഷുർഡിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നുണ്ട്. അഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം പിൻകോഡും കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് താഴെയായിട്ട് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പറും ഞാനിപ്പോൾ
ഡമ്മി രൂപത്തിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ എഗ്രി ടു റിസീവ് എന്നുള്ള ഒരു ഇതിൽ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും താഴോട്ട് വരിക. വണ്ടി ഏത് RTO കീഴിലാണെന്നാണ്. നമ്മളിപ്പോൾ ഒരു ഡമ്മി രൂപത്തിലാണ്ട് ഒരു RTO സെലക്ട് ചെയ്യുക. വണ്ടിക്ക് IDV ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ വണ്ടിക്ക് ഒരു IDV കൊടുക്കുക. ഞാൻ തൽക്കാലം ഒരു 4 lakh കൊടുക്കാം. ഓക്കെ, 4 lakh കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മോർ കവർ ഇൻഫോ എന്നതിൽ പോവുക. മോർ കവർ ഇൻഫോ എന്നതിൽ പോയി കഴിഞ്ഞാൽ ലീഗൽ ലയബിലിറ്റി ടു പേ ഡ്രൈവർ എന്നത് കാണാം. അവിടെ 1 കൊടുക്കുക. അതിന് താഴെയായിട്ട് നെയിം ഓഫ് നോമിനി എന്ന് കാണാം. നോമിനിയുടെ പേര് കൃത്യമായിട്ട് കൊടുക്കുക. നോമിനിയുമായതിൻ്റെ റിലേഷൻ കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അടിയിലായിട്ട് ബാക്ക് കൊടുക്കുക. നമുക്ക് അഡീഷണലായിട്ട് കവറേജുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയിട്ട് കവറേജിൽ ഏതൊക്കെ കവറേജിലനുസരിച്ച് സെലക്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ബാക്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് കാർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഇത്. അപ്പോൾ ഇവിടെ ഇതിന് പുറമേയിട്ട് നമ്മൾ ഈ പോളിസി, ഇപ്പോൾ പേ ആസ് യു ഡ്രൈവ് എന്ന പോളിസിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനിവിടെ ഫ്രണ്ട് ഏറ്റവും മുകളിലായിട്ട് രജിസ്ട്രേഷൻ്റെ മുകളിലായിട്ട് PAYD എന്നത് കാണാം. ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു സ്ലാബ് വരും. ഇത് നമ്മളിപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് സ്ലാബ് 2500 ഉള്ളിലുള്ളൊരു കിലോമീറ്ററുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് 1800 കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് PAYD, അതായത് പേ ആസ് യു ഡ്രൈവ് കിലോമീറ്റർ സ്ലാബ്, ഏത് സ്ലാബിന് ഇതിലാണ് വരുന്നതാണ്. നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 സ്ലാബിലായിട്ട് നമുക്ക് കിലോമീറ്റർ വരുന്നത് 2500 താഴെ, 5000 താഴെ, 7500 താഴെ, 10,000 താഴെ, പിന്നെ 10,000 താഴെ. ഈ 5 സ്ലാബുകളിലായിട്ടാണ് കിലോമീറ്റർ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1800 കൊടുത്തതുകൊണ്ട് 2500 കിലോമീറ്ററിന് താഴെ എന്ന സ്ലാബിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഇവിടെ നേരത്തെ കൊടുത്തത് പോയിട്ടുണ്ടാവും. ഒന്നുകൂടി കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഏറ്റവും അടിയിൽ പോയിട്ട് കമ്പ്യൂട്ടർ പ്രീമിയം എന്നത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രീമിയം അടിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രീമിയം. നമ്മളിപ്പോൾ ഇതിൽ സിസ്റ്റം ഓട്ടോമാറ്റിക് തന്നെ IDV ജനറേറ്റ് ചെയ്ത് വന്നിട്ട് 4,10,975 രൂപ എന്നത് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്ത് വന്നിട്ട് ഇത് ഇവിടെ വർക്ക്ഷീറ്റ് എടുത്ത് നോക്കാവുന്നതാണ്. വർക്ക്ഷീറ്റിലും IDV കാണിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി പ്രീമിയം കൃത്യം തന്നെയാണ്. CCക്ക് അനുസരിച്ച് നമ്മൾ നിലവിലുള്ള CC ഏതാണോ ആ CCക്ക് അനുസരിച്ചാണ് തേർഡ് പാർട്ടി പ്രീമിയം വരുന്നത്. ഈ ഡിസ്കൗണ്ട് നമ്മുടെ OD, അതായത് ഓൺ ഡാമേജ് പ്രീമിയത്തിലാണ് വരുന്നത്. ഇത് നിലവിലുള്ള ഈ ഒരു സ്ലാബിന് 1.164 എന്ന റേറ്റിലാണ് പ്രീമിയം വന്നിട്ടുള്ളത്. ഇനി സ്ലാബ് മാറുന്നതനുസരിച്ച് നമുക്ക് പ്രീമിയത്തിൽ മാറ്റം വരുന്നതാണ് കേട്ടോ. ഇതിൽ 8,499 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിൽ വേറൊരു ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ഒരു PAYD എന്ന പോളിസിക്ക്, പേ ആസ് യു ഡ്രൈവ് എന്ന പോളിസിക്ക് ഡിസ്കൗണ്ട് അപ്ലിക്കബിൾ അല്ല. ഡിസ്കൗണ്ട് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് 8,499 ഞാനിവിടെ നിലവിലൊരു പ്രീമിയം കാൽക്കുലേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലും ഇത് തന്നെയാണോ വരുന്നത് എന്ന് നോക്കാം. പ്രീമിയം കാൽക്കുലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ഉടനടി ഉണ്ടാവുന്നതാണ്. കുറേ കണ്ടീഷൻസും മറ്റും വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പേ ആസ് യു ഡ്രൈവ് എന്നതാണ്. ഇത് കാൽക്കുലേറ്ററിനെ സംബന്ധിച്ച് കാൽക്കുലേറ്ററിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. സമ്പൂർണ്ണ സുരക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് പബ്ലിഷ് ചെയ്യരുത് എന്നൊരു സർക്കുലർ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് ഈ കാൽക്കുലേറ്റർ എല്ലാവർക്കും തരുന്നതാണ്. അപ്പോൾ പേ ആസ് യു ഡ്രൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാക്കേജ് പോളിസി ഉണ്ടാവും. ഏത് പോളിസി നമ്മൾ ചെയ്യുന്നത് നോക്കുക. സ്റ്റാൻഡ് ലോൺ ആണോ, പാക്കേജ് പോളിസി ആണോ, ഇലക്ട്രിക് ആണോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പാക്കേജ് പോളിസിയാണ് ഉള്ളത്. പിന്നെ കമൻസ്മെൻറ്റ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്നാണോ ഇൻഷുറൻസ് ചെയ്യുന്നത് ആ ചെയ്യുന്ന ഡേറ്റാണ്. ഇന്ന് 7/2025 പിന്നെ സ്റ്റാൻഡ് ലോൺ പോളിസി അല്ല, നമ്മളിപ്പോൾ പാക്കേജ് പോളിസി ആയതുകൊണ്ടാണ് ഇവിടെ എന്നാണോ ഡെലിവറി ഡേറ്റ് ആ ഡെലിവറി ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് ജനുവരി 2 എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 2025 ജനുവരി 2. പിന്നെ വാഹനത്തിന് IDV എത്രയാണ് കൊടുത്തത് നോക്കാം. IDV 4,10,975 4,10,975. CC ആണ് കുബിക് കപ്പാസിറ്റി. ആൾട്ടോ K10 ആണ്. അപ്പോൾ 800 CCൻ്റെ കൊടുക്കാം. 1000 CCക്ക് താഴെ. കിലോമീറ്റർ ആണ് നോക്കുന്നത്. 1,800 കിലോമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്.
1800 കിലോമീറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പ്രീമിയം ഇവിടെ കൃത്യമായിട്ട് വന്നിട്ട് 8500 രൂപയാണ്. ഇനി നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് ഒന്നുകൂടി പോയി നോക്കാം. 8499, 1 രൂപയുടെ വ്യത്യാസമാണ്. കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ പ്രകാരമാകുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രീമിയം ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്തത് അപ്ഡേറ്റ് കൊടുക്കുക. ഇനി നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ പ്രീമിയം നോക്കാവുന്നതാണ്. അതായത് ഇത് 1800 കിലോമീറ്ററാണ് വണ്ടി, ഓഡോമീറ്ററിൻ്റെ റീഡിംഗ് ആണ് ഇവിടെ കൊടുത്തത്. അതിനി 2500 വരെയാണ് ഈ ഒരു പ്രീമിയം വരുന്നത്. 2499 വരെ കൊടുത്താലും അല്ലെങ്കിൽ 2500 വരെ കൊടുത്താലും ഈ പ്രീമിയമാണ്. 2501 ആകുമ്പോൾ, കിലോമീറ്റർ ഓടുന്നതനുസരിച്ച് 2501 ആകുമ്പോൾ പ്രീമിയത്തിൽ മാറ്റം വരുന്നതാണ്. ഇവിടെ ഈ യെല്ലോ കളറിലാണ്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം 13,000 രൂപയാണ് എന്ന ഈ അതേ IDVക്ക് തന്നെ വരാം. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഒന്ന് വെറുതെ മാറ്റി നോക്കാം. നമ്മളിപ്പോൾ 2501 കിലോമീറ്റർ എന്ന് കൊടുത്തു. ഇവിടെ അപ് ടു 5000 വരെയാണ് കേട്ടോ. അപ്പോൾ 5000 വരെ എന്നുള്ളത് സെലക്ട് ചെയ്തു. വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയൊന്നുമില്ല. IDV സെയിം തന്നെ. ഇനി കമ്പ്യൂട്ടർ പ്രീമിയം നോക്കാം. അപ്പോൾ 1 രൂപയുടെ വ്യത്യാസം ഉണ്ടായിട്ട് ചിലപ്പോൾ 12,999 രൂപ വരേണ്ടതാണ്, അല്ലെങ്കിൽ 13,000. നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഏറ്റവും താഴെയായിട്ട് ഓക്കെ 13,001 രൂപ. 1 രൂപയുടെ വ്യത്യാസം പറഞ്ഞല്ലോ. അപ്പോൾ 1 രൂപയുടെ വ്യത്യാസം മാത്രമേ നമ്മൾ ഈ കാൽക്കുലേറ്ററിൽ ഉണ്ടാവുള്ളൂ. അത് ചെയ്യുന്നതനുസരിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതാക്കുക. എന്നാലും കാൽക്കുലേറ്ററിൻ്റെ ബാക്കി കുറച്ചുകൂടി പ്രൊസീജിയേഴ്സ് ചെയ്യാണ്ട്. ഇനി ഇതേ വണ്ടി തന്നെ നമ്മൾ ബമ്പർ ടോമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ യെസ് എന്നുള്ള ഇവിടെ എലിജിബിൾ ഉണ്ടായിരിക്കും. എലിജിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ കൊടുക്കുക. ഇത് EV പ്രൊട്ടക്റ്റ് കവറാണ്. ഇത് പാക്കേജ് പോളിസിക്ക് EV കവർ എലിജിബിൾ അല്ല. ഞാൻ അത് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ EV എന്നുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് എലിജിബിളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ കാൽക്കുലേറ്ററിനെ സംബന്ധിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. ഇനി ബമ്പർ ടോമ്പർ, ഇതേ വാഹനം തന്നെ ബമ്പർ ടോമ്പർ കൊടുക്കുമ്പോൾ 14,001, റിട്ടേൺ ഇൻവോയ്സ് കൊടുക്കുകയാണെങ്കിൽ, കൺസ്യൂമബിൾ കവർ കൊടുക്കുകയാണെങ്കിൽ, എൻജിൻ പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ആയിട്ട് ഏകദേശം ഈ 15,712 രൂപയാണ് വരിക. ഇനി അൺനെയിംഡ് PA കൊടുക്കണമെന്നുണ്ടെങ്കിലും അതും കൂടിയും വരും. ഇവിടെ അൺനെയിംഡ് PA ഒരു 1,00,000-ന് 5 പേർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ 16,007 രൂപയാണ് പ്രീമിയം വരുന്നത്. ഇതേ തന്നെയാണ് നമുക്കിവിടെ കാൽക്കുലേറ്ററിൽ നോക്കിയാലും കാണാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ നേരത്തെ നമ്മൾ 2501 കിലോമീറ്ററാണ് നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതും ഇതേപോലെ തന്നെ കേട്ടോ. എന്നിട്ട് അടുത്ത് അപ്ഡേറ്റ് ചെയ്യുക, പോളിസി കളക്ഷൻ ആക്കുക. താങ്ക് യു.